ഒന്നും പറയണ്ടമ്മ, ഇന്നലെ അവനെ ഒരു പോളെ കണ്ണടയ്ക്കാൻ സമ്മതിച്ചിട്ടില്ല. അതുകൊണ്ട് മൊത്തത്തിൽ ഉറങ്ങാനേ താമസിച്ചു പോയി. അപ്പൊ ഇനി എപ്പോ ജോലിക്ക് പോകാനാ? മൊത്തത്തിൽ താമസിച്ച്, എല്ലാം പെട്ടെന്ന് തീർക്കട്ടെ. ചോറും വെള്ളം ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്, കൊണ്ടുപോകാൻ മറക്കല്ലേ. ഞാൻ എടുക്കാം. അതുപോലെ കഴിക്കാനുള്ളതും ഇവിടെ ഇരിപ്പുണ്ട്, കഴിച്ചിട്ട് പോകണം. കഴിക്കാം അമ്മ. ഇന്ന് ഹെൽമെറ്റും കൂടെ കൊണ്ടുപോകും, പോകുന്നിടം പാടെ മറന്നു വെച്ചിട്ട് ഇനി വരും. മറന്നു. ഇത് 4ാമത്തെ ഹെൽമെറ്റാ വാങ്ങിക്കുന്നത്. ഇന്ന് വൈകിട്ട് കുടുംബത്ത് പറ വരുന്നത്, ഞാൻ അങ്ങോട്ടൊന്ന് പോകുവേ. പറ്റുമെങ്കിൽ നീ നേരത്തെ ഒന്ന് വരാൻ നോക്ക്. അവനിവിടെ കാണും, എന്നാലും ഒന്ന് നോക്ക്. ഞാൻ നോക്കട്ടെ, മാക്സിമം നേരത്തെ വരാൻ നോക്കാം. ഇതെന്തോ 5 മണിയാവട്ടെ, ഇനി ഇരുന്ന ലേറ്റാകും. വീട്ടിൽ പോകാം. എന്റെ മോളെ ഒന്ന് പതുക്കെ പൊയ്ക്കൂടായോ? വീട്ടിലൊക്കെ പറഞ്ഞിട്ടാണ് ഇറങ്ങിയേക്കുന്നേ. വീട്ടിൽ പോയിട്ട് അത്യാവശ്യം ഉണ്ട് ചേച്ചി, കുഞ്ഞു ഒറ്റയ്ക്കേ ഉള്ളൂ. സൂക്ഷിച്ചൊക്കെ പോ മക്കളെ. സൂക്ഷിച്ചൊക്കെ പൊട്ടിയോളാം ചേച്ചി. ശരിയാ, പോട്ടെ. മുന്നത്തരം കിടപ്പുണ്ടായിരിക്കും ഫോണും കുത്തി. ഫ്രണ്ടിലല്ല, അപ്പം അകത്ത് തന്നെ കാണും. ഈ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ആ കൊച്ചിന് കുറുക്കെങ്കിലും ഒന്നും ഉണ്ടാക്കി വെച്ചൂടായോ? ആരോട് പറയാനാ, കേട്ട ഭാവം വേണമല്ലോ. ആ കൊച്ചു പാല് കുടിച്ച് കുപ്പി വരെ അങ്ങനെ ഇട്ടേക്കും. ഒന്ന് കഴിയൂടാ. ഞാൻ വൈകുന്നേരത്തേക്ക് വരാടാ. ഇന്നലത്തെ പോലെ താമസിച്ചു വരാൻ നിൽക്കല്ലേ, എനിക്ക് ഒറ്റയ്ക്ക് പാടാ അവനെ ഹാൻഡിൽ ചെയ്യാൻ. ശരി ശരി ശരി. വന്നോന്ന് ഇങ്ങനെ ഒരു കാര്യത്തിന് റെസ്പോണ്ട് ചെയ്യുന്നില്ലല്ലോ. ഇങ്ങനെ ചെവി കേൾക്കുന്നില്ലയോ? അമ്മേ, എവിടെ വെച്ച്? അയ്യോ, എന്നിട്ട് ഏത് ഹോസ്പിറ്റലിലാ? ആര് ഹോസ്പിറ്റലിലെ കാര്യം പറയുന്നത്? ഓക്കെ ഓക്കെ, ഞാൻ എന്നാ കുഞ്ഞിനെ കൊണ്ട് ഇപ്പൊ എത്തിയേക്കാം. ശരി ശരി ശരി, ഓക്കെ. എന്നാ കുഞ്ഞിനെ എടുക്കാം. ആ കൊച്ചിരി സ്പീഡിലായിരുന്നു എന്നാ പറയണത് കേട്ടോ. വൈകുന്നേരം ജോലിയും കഴിഞ്ഞ് പെട്ടെന്ന് വീട്ടിലെത്താനുള്ള തത്രപ്പാടിലായിരുന്നു. ഒരു കുഞ്ഞും ഉണ്ടായിരുന്നു എന്നാ കേട്ടത്. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.